ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും AFE ബോർഡ് കേരളയുടെ ഇന്നത്തെ പ്രസന്റേഷനിലേക്ക് സ്വാഗതം. AFE ബോർഡ് എന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ബോട്ടിനെ കുറിച്ചിട്ടുള്ള പ്രസന്റേഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. AFE ബോട്ട് എന്ന് പറയുന്നത് ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി, ഹെഡ്ജ് മോഡ് സ്ട്രാറ്റജി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ മുൻപ് കണ്ടിട്ടുള്ള ബോട്ടുകളെല്ലാം റൺ ചെയ്യുന്ന രീതിയിലല്ല AFE ബോട്ട് റൺ ചെയ്യുന്നത്. വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് AFE ബോട്ട്. കാരണം കഴിഞ്ഞ 7 മാസത്തോളമായിട്ട് മാർക്കറ്റിൽ നിന്നും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ്. ആ ഘട്ടത്തിലും മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബോട്ടാണ് AFE എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് AFE ബോട്ട് എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ പ്രസന്റേഷനിൽ നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ഈ ഒരു ബോട്ട് റൺ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണ്. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. പലർക്കും അറിയുമായിരിക്കും, എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തന്നെ പോവാം. ഇവിടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്, അല്ലെങ്കിൽ വെർച്വൽ കറൻസിയാണ്. അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻട്രൽ അതോറിറ്റിയും ഇല്ലാതെ, ഇടനിലക്കാരും ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻസ്, പരസ്പരം കറൻസീസ് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ടെക്നോളജിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി യൂസേഴ്സിന് പരസ്പരം ഫണ്ട്സ് അല്ലെങ്കിൽ കറൻസീസ് അല്ലെങ്കിൽ അസറ്റ്സ് ഒരു ഇടനിലക്കാരും ഇല്ലാതെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. അത് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് സെക്യൂർഡ് ചെയ്തിട്ടുമുണ്ട്. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് ബിറ്റ്കോയിൻ, എഥേറിയം, BNB, USDT. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ആണ്. ഇനി ഇവിടെ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസീസിനെ ബൈ ചെയ്തും സെൽ ചെയ്തും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ആണ് ബൈനാൻസ്, കോയിൻ ബേസ്, കുക്കോയിൻ പോലത്തുള്ള പ്ലാറ്റ്ഫോംസിന് നമുക്ക് ഈ ട്രേഡിംഗ് ചെയ്യാൻ, ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. അവയാണ് നമ്മൾ എക്സ്ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. അവിടെ ട്രേഡിംഗ് പെയേഴ്സ് ഉണ്ടാവും. പ്രധാനപ്പെട്ട പെയേഴ്സ് ആണ് BTC, USDT അല്ലെങ്കിൽ എഥേറിയം, BNB, BTC, എഥേറിയം. ഇങ്ങനെ പരസ്പരം നമുക്ക് പെയർ ചെയ്യാനും പറ്റും. ഇവിടെ സ്പോട്ട് ട്രേഡിംഗ്, ഫ്യൂച്ചർ ട്രേഡിംഗ്, രണ്ട് തരം ട്രേഡിംഗ് സാധാരണ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ അവൈലബിൾ ആണ്. സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ അസറ്റ്സിനെ ബൈ ചെയ്ത് ലോങ് ടൈമിലേക്കോ ഷോർട്ട് ടൈമിലേക്കോ ഹോൾഡ് ചെയ്തുകൊണ്ട് അതിന് വില കൂടുമ്പോൾ വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയാണ് സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഫ്യൂച്ചർ ആൻഡ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലിവറേജ് ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ഒക്കെ എക്സ്ട്രാ ലെവറേജ് ഉപയോഗിച്ച് ലാർജർ എമൗണ്ട്സിന് ട്രേഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് ബൈ ചെയ്യാനും പറ്റും, സെൽ ചെയ്യാനും പറ്റും. അതിനെയാണ് ഫ്യൂച്ചർ ആൻഡ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, രണ്ട് തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. മാനുവലി നമുക്ക് ട്രേഡ് ചെയ്യാം, അതുപോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഉണ്ട്. മാനുവൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് മാർക്കറ്റ് അനലൈസ് ചെയ്ത്, ചാർട്ടുകൾ അനലൈസ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ഡിസിഷൻ എടുക്കുന്നത്. എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെല് ചെയ്യണം എന്നുള്ളതൊക്കെ ട്രേഡ് ഡിസിഷൻ എടുക്കുന്നതാണ് മാനുവൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണെങ്കിൽ ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബോട്ടുകളെ അല്ലെങ്കിൽ ആൽഗോരിതംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ബോട്ടുകളാണ്, കമ്പ്യൂട്ടറാണ്, ആൽഗോരിതമാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അനാലിസിസ് നോക്കുകയാണെങ്കിൽ, ക്രിപ്റ്റോ മാർക്കറ്റിന് അനാലിസിന് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള അനാലിസിസ് ഉണ്ട്. ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ചാർട്ട്സ്, ഇൻഡിക്കേറ്റേഴ്സ്, പാറ്റേൺസ്, ഇതൊക്കെ നമ്മൾ പ്രൈസ് മൂവ്മെന്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിന്റെ, നമ്മളൊരു ക്രിപ്റ്റോ കറൻസി അസറ്റ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ, ആ പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട്, ആ പ്രൊജക്ട്സ് ഏത് തരത്തിലുള്ള പ്രൊജക്ട്സ് ആണ്, അതിന്റെ ടീം ആരൊക്കെയാണ്, അതിന്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്, അതിന്റെ റോഡ് മാപ്പ് എന്തൊക്കെയാണ്, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതുമായിട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും ന്യൂസുകൾ വന്നിട്ടുണ്ടോ, അതിനൊക്കെയാണ്, അങ്ങനെയുള്ള അനാലിസിസ് നടത്തി പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ, പ്രൈസ് മൂവ്മെന്റ് അനാലിസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ക്രിപ്റ്റോ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് വേർഡുകളാണ് വോളറ്റൈലിറ്റി, ലിക്വിഡിറ്റി. വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വളരെയധികം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകും, പിന്നെ താഴോട്ട് വരും, പിന്നെ വീണ്ടും മുകളിലോട്ട്, അങ്ങനെ അല്ലെങ്കിൽ വലിയ മൂവ്മെന്റ്സ് ഉണ്ടാവും. അതിനെയാണ്
വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്, ഹൈ പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടാവും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും അവൈലബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഓർഡർ ടൈപ്പ് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പുള്ള ഓർഡേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സും. മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ എപ്പോഴാണോ ട്രേഡ് എടുക്കുന്നത് അപ്പോഴത്തെ പ്രൈസിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഓർഡറുകളെയാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ആ പ്രൈസിലേക്ക് വരുന്നത് ആ സമയത്ത് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട റിസ്ക് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന ടേംസ് ആണ് സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഒരു അസറ്റ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും പ്രൈസ് താഴെ പോവുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോസോടെ എക്സിറ്റ് ആവുന്നതിനെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇനി ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ, ആ ഒരു പ്രൈസിനെയാണ് ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറച്ച് ടേംസ് ആണ് ഹോഡിൽ ആൻഡ് സ്കാൽപ്പിംഗ്. ഹോഡിൽ എന്ന് പറയുന്നത് HODL എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം ആയിട്ട് ക്രിപ്റ്റോ അസറ്റ്സിനെ ഹോൾഡ് ചെയ്യുന്നതിനാണ്, കീപ്പ് ചെയ്യുന്നതിനാണ് ഹോഡിൽ എന്ന് പറയുന്നത്. അതുപോലെ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ട്രേഡ് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, വാങ്ങിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മണിക്കൂറുകളുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലോ ട്രേഡ് അത് വിൽക്കുന്നു, പിന്നെ വീണ്ടും വാങ്ങിക്കുന്നു. ഇങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്വിക്കായിട്ട് ട്രേഡ് എടുക്കുന്നതിനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സമയം 2 പൊസിഷനിലേക്കും ട്രേഡ് എടുക്കുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ബൈയും സെല്ലും എടുക്കാം. അപ്പോൾ അതിനെ ലോങ് ഷോർട്ട് എന്നാണ് പറയുന്നത്. ലോങ് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയാൽ പ്രോഫിറ്റ്, ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വന്നാൽ പ്രോഫിറ്റ്. അപ്പോൾ 2 സൈഡിലേക്കും ട്രേഡ് എടുക്കുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഏത് പൊസിഷനിലേക്ക് പോയാലും ഹെഡ്ജിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റ് സൈഡ് ഉണ്ടാവും, അതേപോലെ ഒരു ലോസ് സൈഡും ഉണ്ടാവും. ഇനി ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് എക്സ്ചേഞ്ചസിൽ ഡിഫറെന്റ് അസറ്റുകൾക്ക് ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും. ഒരേ സമയത്ത് ഒരേ വാല്യൂ ആയിരിക്കില്ല എല്ലാ എക്സ്ചേഞ്ചുകളിലും. അപ്പോൾ വില കുറവുള്ള എക്സ്ചേഞ്ചിൽ നിന്നും അസറ്റ് വാങ്ങിച്ച് വില കൂടുതലുള്ള എക്സ്ചേഞ്ചിൽ പോയിട്ട് ആ ഒരു കോയിൻ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് വിൽറ്റ് പ്രോഫിറ്റ് എടുക്കുന്നതിനാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ക്രിപ്റ്റോ ട്രേഡിംഗ് ചൂസ് ചെയ്യണം? അതിൽ 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഹൈ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് ക്രിപ്റ്റോ കറൻസി വോളറ്റൈൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് തന്നെ വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ട്രേഡേഴ്സിന് അവൈലബിൾ ആണ്. ഇനി ഗ്ലോബലി ആക്സസ് ആണ്, നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റർനെറ്റ് കണക്ഷൻസ് മാത്രം നമുക്ക് മതി, ലോകത്ത് എവിടെയും ഇത് ആക്സസ് ഉണ്ട്. മാത്രമല്ല ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്, ബാങ്ക്സ് മിഡിൽമാൻസ് ഒന്നും ഇതിൽ കൺട്രോൾ ചെയ്യുന്നില്ല. ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടിന്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണുള്ളത്. ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ചലഞ്ചസ് ഇവിടെ ഒന്നെന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ഒരുപാട് സമയം മാർക്കറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കണം, അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇമോഷണൽ ഡിസിഷൻസ് നമുക്ക് ഉണ്ടാവും, നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിയർ, ഗ്രീഡ് പോലത്തെ ഇമോഷൻസ് ഒക്കെ വരും. നമ്മൾ ഭയപ്പെട്ട് ഒരു കോയിൻ പെട്ടെന്ന് സെല്ല് ചെയ്ത് ലോസിൽ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്യാഗ്രഹം മൂത്ത് നമ്മൾ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഇമോഷണൽ ഡിസിഷൻസ് നമ്മുടെ ട്രേഡിങ്ങിന് നഷ്ടം വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ഒരുപാട് സ്ട്രാറ്റജീസ് ട്രേഡിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പലതും നമ്മൾ ഉപയോഗിച്ച് ഏതാണ് നമുക്ക് സക്സസ് എന്നറിയില്ല, അതുപോലെ എല്ലാം ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് മാനുവൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ചലഞ്ചസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതേ സമയത്ത് നമ്മളൊരു ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് 24/7 ട്രേഡിംഗ് ആണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ബോട്ടുകൾ അല്ലെങ്കിൽ ആൽഗോരിതംസ് നമുക്ക് വേണ്ടി ട്രേഡ് എടുക്കും. എല്ലാ ഓപ്പർച്യൂണിറ്റീസും അത് ബുക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇമോഷണൽ ഫ്രീ ആണ്, നമുക്ക് എന്തില്ല, ബോട്ടുകൾക്ക് അത് AI ആണ്, സ്മാർട്ട് ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ, ഡാറ്റ അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. ഇമോഷണൽ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അവിടെ ഗ്രീഡും ഫിയറൊന്നും എന്തിനില്ല, ബോട്ടിന് വരുന്നില്ല. ഇനി എഫിഷ്യൻസി ആൻഡ് സ്പീഡ് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്, ബോട്ടുകൾക്ക് ഉണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ്, നമുക്കൊരു റിലയബിൾ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻകം ബോട്ടിലൂടെ കിട്ടും. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബോട്ട് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഹെഡ്ജിങ്, നേരത്തെ പറഞ്ഞു ഹെഡ്ജിങ് എന്താണെന്നുള്ള, ഒരേ സമയം ബൈയും സെല്ലും ഓപ്പൺ ചെയ്യുന്നതാണ് ഹെഡ്ജിങ്. ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം വോളറ്റൈൽ മാർക്കറ്റ് കണ്ടീഷനിൽ ബൈയും സെല്ലും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വന്നാൽ താഴെയുള്ളത് പ്രോഫിറ്റ് ആവും, ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലുള്ള പ്രോഫിറ്റ് ആവും. അപ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ലോസ് ഉണ്ടാവും, പക്ഷേ ആ ലോസ് എന്തായാലും മാർക്കറ്റ് ഒരേ സൈഡിലേക്ക് തന്നെ പോലെ റിക്കവറി ഉണ്ടാവും. ആ റിക്കവറി ഉണ്ടാവുന്ന സമയത്ത് അവിടെ ലോസ് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. പ്രോഫിറ്റിനേക്കാൾ കുറവായിട്ട് ലോസ് വന്നാൽ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഹെഡ്ജിങ്ങിൽ
ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫി ബോട്ട് എന്താണെന്ന് പരിചയപ്പെടാം. എഫി ബോട്ട് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കഡ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ബോട്ടാണ്. ഇതിന്റെ ഒരു സേഫ്റ്റി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഫി ബോട്ട് നമ്മുടെ ഫണ്ട് ഒരിക്കലും സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഫണ്ട് എക്സ്ചേഞ്ചിലാണ് കീപ്പ് ചെയ്യുന്നത്. എഫി ബോട്ട് എന്ന് പറയുന്നത് അതുമായിട്ട് API മുഖേന കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എഫി ബോട്ട് നമ്മുടെ ഫണ്ട് സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബൈനാൻസ് ആപ്ലിക്കേഷനിലാണ് വരുന്നത്. എഫി ബോട്ടിന് ആകെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത അനുസരിച്ചിട്ട് ഫ്യൂച്ചർ ട്രേഡിങ് ബൈനാൻസിൽ ചെയ്യാനുള്ള അനുമതി മാത്രമേ എന്തിനുള്ളൂ, എഫി ബോട്ടിന് വരുന്നുള്ളൂ. നമുക്കിനി ഒരു എമർജൻസി കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബൈനാൻസിലുള്ള ഫണ്ടാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ എടുക്കാനും പറ്റും. അപ്പോൾ ഇത് AI ഉപയോഗിച്ചിട്ടുള്ള ഒരു വെൽ ഡെവലപ്ഡ് ബോട്ടാണ്. നേരത്തെ പറഞ്ഞ ഹെഡ്ജിങ് സ്ട്രാറ്റജിയിൽ റൺ ചെയ്യുന്ന ഒരു ബോട്ടാണ് എഫി ബോട്ട് എന്ന് പറയുന്നത്. 24/7 നമുക്ക് മാർക്കറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ചുമായിട്ട് API ബൈൻഡ് ചെയ്തുകൊണ്ടാണ് എഫി റൺ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബൈനാൻസുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട അവിടെയുള്ള പെർമിഷൻസ് എന്ന് പറയുന്നത് സ്പോട്ട്, റീഡിങ്, ഫ്യൂച്ചേഴ്സ്, യൂണിവേഴ്സൽ ട്രാൻസ്ഫർ, ഇത് മാത്രം കൊടുത്താൽ മതി. വിഡ്രോവലിനോ മാർജിൻ ലോൺ, റീപേ ട്രാൻസ്ഫർ ഇതിനോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ അനുമതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് അവിടെ സേഫ് ആയിരിക്കും. ഇനി സൂപ്പർ ഇന്റലിജന്റ് ആണ് എഫി ബോട്ട്. ഓട്ടോമേറ്റഡ് ബോട്ടാണ്. ഇവിടെ ലൈവ് ഡാറ്റ നമുക്കുണ്ട്. ഫ്യൂച്ചർ ട്രേഡിലാണ് നടക്കുന്നത്, ഹെഡ്ജ് മോഡാണ് നടക്കുന്നത്. അപ്പോൾ ഒരേ സമയം ലോങ്ങും ഷോർട്ടും ഓപ്പൺ ചെയ്യുന്നു. മുകളിലോട്ടാണെങ്കിൽ ആ ഒരു സൈഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, താഴോട്ടാണെങ്കിൽ ഈ ഒരു താഴത്തേക്കുള്ള സൈഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. എപ്പോഴാണോ അത് റെസിസ്റ്റൻസ് വരുന്ന ആ സമയത്തായിരിക്കും മാസ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാസ്റ്റർ ക്ലോസ് എന്നുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. വളരെ ചീപ്പസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ഈ ബോട്ട് അക്വയർ ചെയ്യാൻ പറ്റും. 10 to 30% ആണ് എഫി ബോട്ടിന്റെ പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് മന്ത്ലി. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിന് വരുന്ന ആക്ടിവേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. $60 ഉണ്ടെങ്കിൽ നമുക്ക് 180 ഡേയ്സ് 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് ബോട്ടിൽ ലഭിക്കുന്നത്. ഇനി അത് $100 ആണെങ്കിൽ 365 ദിവസത്തേക്ക് നമുക്ക് അവിടെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എഫി ബോട്ട് ബൈനാൻസുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ സ്പോട്ട് വാലറ്റിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബോട്ട് തന്നെയാണ് ഓട്ടോമാറ്റിക് നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ കൊടുത്തത് ആ ഒരു എമൗണ്ട് ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. ഹെഡ്ജ് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരേ സമയം ബൈയും സെല്ലും ഒരേ പ്രൈസിൽ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ബൈ സൈഡിലേക്ക് ആണ് മുന്നോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബൈ സൈഡ് പ്രോഫിറ്റ് ആയിരിക്കും. ആ സമയത്ത് ആവറേജ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്യാപിറ്റൽ മുഴുവനായിട്ട് ഒരൊറ്റ ട്രേഡിലേക്ക് തന്നെ എടുക്കുന്നില്ല. വളരെ ചെറിയ പെർസെൻറ്റേജ് ലിവറേജോട് കൂടിയാണ് ആദ്യം എടുക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് അവിടെ ആവറേജ് ചെയ്ത് വരുന്നത്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇനി സെൽ സൈഡിലേക്കാണ് പോകുന്നത്, ആ ഒരു ഏരിയയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും അവിടെ ആവറേജ് ചെയ്യുകയും ചെയ്യും. ആ രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇവിടെ മാർജിൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ചെറിയ എമൗണ്ട് ആണ് മാർജിൻ ഇനീഷ്യലി എടുക്കുന്നത്. $1000 ഇവിടെ $7 മാർജിൻ എടുത്തിട്ടുള്ളത്. പിന്നീട് അതിന്റെ ലിക്വിഡേഷൻ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അസറ്റിന്റെ ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ എപ്പോഴാണോ അസറ്റ് എത്തുന്നത് ആ സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവും. അതിനാണ് ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ എഫി ബോട്ട് ട്രേഡ് ചെയ്യുന്നത് BNB കോയിനിൽ മാത്രമാണ്. ഈ ഒരു കോയിനിൽ വളരെ എക്സ്പേർട്ട് ആയിക്കൊണ്ട് കഴിഞ്ഞാൽ 5 വർഷമായിട്ട് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ, എങ്ങനെയാണ് ഈ ഒരു ഹെഡ്ജ് മോഡ് അവിടെ വർക്ക് ചെയ്യാന്ന് വളരെ നല്ല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു ടീമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ BNB എന്നുള്ള കോയിനിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഈ ഒരു സ്ട്രാറ്റജിയിൽ മാത്രമാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ലിക്വിഡേഷൻ പ്രൈസ് എത്രയാണ് വന്നിട്ടുള്ളത്? 90,910 BNBയുടെ പ്രൈസ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു $500 to $700 ഇടയിലാണ് അതിന്റെ പ്രൈസ് വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ നിൽക്കുന്നത്. ഒരിക്കലും $90,000 അതിന്റെ പ്രൈസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് മൂവ്മെന്റ് എങ്ങോട്ടായാലും ലിക്വിഡേഷനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഇവിടെ വരുന്നില്ല, എഫി ബോട്ടിൽ വരുന്നില്ല. ഇവിടെ RSI കീപ്പ് ഉപയോഗിക്കുന്നുണ്ട് ട്രേഡ് എടുക്കുന്നതിന് വേണ്ടി, ലൈവ് ഡാറ്റ ഉപയോഗിക്കുന്നു, മാസ്റ്റർ ക്ലോസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ മാർക്കറ്റിൽ റൈറ്റ് ടൈമിൽ നമ്മുടെ ബൈയും സെല്ലും ഒരേ സമയം ക്ലോസ് ചെയ്യും. റൈറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മളെടുത്ത പ്രോഫിറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള ഒരു ലോസിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഒരേ സമയം ബൈയും സെല്ലും ക്ലോസ് ചെയ്യുന്ന ആ ഒരു ക്ലോസിങ്ങിനെയാണ് മാസ്റ്റർ ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോഫിറ്റ് നമുക്ക് മന്ത്ലി 10 to 30% വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് 10% എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ $1000 ആണെങ്കിൽ ആവറേജ് മന്ത്ലി പ്രോഫിറ്റ് എനിക്ക് $100 ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ
6 മാസത്തേക്ക് എനിക്ക് $600 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഇനി അത് 1 വർഷത്തേക്കാണെങ്കിൽ 1200 പ്രോഫിറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ബോട്ടിൽ വരുന്നുണ്ട്. ആനുവൽ ബോട്ട് ചാർജ് എന്ന് പറയുന്നത് $100 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു $1000 ഒരു കോമ്പൗണ്ടിങ് ആയിട്ട്, ഒരു 5 ഇയർ കോമ്പൗണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്യാപിറ്റൽ $1000 ആണെങ്കിൽ ആദ്യ മാസം 10% മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ $100 ഉണ്ടാവും. ഈ മന്ത് എൻഡിൽ അത് $1100 ഉണ്ടാവും. അടുത്ത മാസം $1100 ആണ് നമ്മുടെ ക്യാപിറ്റൽ എങ്കിൽ ആ ഒരു മാസത്തെ പ്രോഫിറ്റ് 10% ആണെങ്കിൽ $110 ഉണ്ടാവും. ഇയർ എൻഡിൽ ഇതിങ്ങനെ ആഡ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ $3138 ബാലൻസ് ഉണ്ടാവും. ബോർഡ് സബ്സ്ക്രിപ്ഷൻ 100 കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ആദ്യ മാസത്തെ ക്യാപിറ്റൽ 3038 ആയിരിക്കും. ഇതിങ്ങനെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ഇയർ എൻഡിൽ 9535 ഉണ്ടാവും. അടുത്ത ഇയർ എൻഡിൽ തേർഡ് ഇയർ ആകുമ്പോൾ 29613 ഉണ്ടാവും. ഫോർത്ത് ഇയർ ആകുമ്പോൾ $92,000 അടുത്ത്, $1,00,000 വരും. ഫിഫ്ത്ത് ഇയർ കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ $2,90,000 വരെ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഉണ്ട്. അപ്പോൾ ഒരു $1000 എടുത്തിട്ട് 5 വർഷം കൊണ്ട് കോമ്പൗണ്ടിങ്ങിലൂടെ വേണമെങ്കിൽ നമുക്ക് $2,90,000 വരെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് AFE ബോട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിന്റെ വർക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബോട്ടിൽ നമുക്ക് പാസീവായിട്ട് ട്രേഡിങ് ചെയ്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി. ഇനി ആക്റ്റീവ് ആയിക്കൊണ്ട് നമ്മളൊരു റെഫറൽ സിസ്റ്റത്തിലൂടെ, അഫിലിയേറ്റ് സിസ്റ്റത്തിലൂടെ ഈ ബോട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് നോക്കാം. 6 ടൈപ്പ് ഓഫ് ഇൻകം ആണുള്ളത്. ഡയറക്റ്റ് റെഫറൽ, ഇൻഡയറക്റ്റ് റെഫറൽ, റോയാലിറ്റി ഷെയർ, ബോട്ട് റിന്യൂവൽ, ഡ്രോപ്ലെറ്റ് ബോണസ്, ഗ്ലോബൽ ഫുൾ ബോണസ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് റെഫറൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും നമുക്ക് 20% ഡയറക്റ്റ് റെഫറൽ ബോണസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ 100 ആണെങ്കിൽ $20 ഉണ്ടാവും. അപ്പോൾ എത്ര പേരെ റെഫർ ചെയ്താലും നമുക്ക് ഈ പറയുന്ന 20% അവിടെ ലഭിക്കും. ഇൻഡയറക്റ്റ് റെഫറലായിട്ട് വരുന്നത്, നമുക്ക് നമ്മളൊരാളെ റെഫർ ചെയ്തു, അയാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിൽ, അപ്പോൾ എ എന്ന വ്യക്തിയാണ് ഞാൻ റെഫർ ചെയ്തെങ്കിൽ ബിയെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ നിന്നും എക്ക് 20% കിട്ടും. നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ലെവലിൽ 2%. ഇനി അത് തേർഡ് ലെവലിലാണ്, ബി ആണ് ഒരാളെ കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്നത് 1%. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്റ്റീവ് ഇൻകത്തിൽ ഇൻഡയറക്റ്റ് റെഫറൽ ബോണസ് വരുന്നത്. ഇനി അവിടെ 4ാമത്തെ ഒരു ലെവലിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആക്റ്റീവ് ഇൻകം വരുന്നില്ല. 3 ലെവൽ വരെ മാത്രമാണുള്ളത്. അവിടെ 20, 2, 1 എന്ന രീതിയിൽ. ഇനി നമുക്ക് 4ാമത്തെ ലെവലിലൊക്കെ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ലോയാലിറ്റി ഷെയർ ബോണസിന് അർഹരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ റാങ്ക്സ് അച്ചീവ് ചെയ്യണം. റാങ്ക് അനുസരിച്ചിട്ടാണ് ലോയാലിറ്റി ഷെയർ വരുന്നത്. നമുക്ക് 10 റാങ്കുകളാണ് ഇതിൽ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വോളിയം ബേസ് ചെയ്താണ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടീമായിട്ടാണ് വരിക. നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തികളെല്ലാം ലെഫ്റ്റ് റൈറ്റ്, അവിടെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ലെഫ്റ്റ് ലിങ്കും കൊടുക്കുക, നമുക്ക് റൈറ്റ് ലിങ്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും $1000 വോളിയം കംപ്ലീറ്റ് ആവുന്നത്, ആ സമയത്ത് നമ്മൾ ജൂനിയർ ലീഡർ എന്നുള്ള റാങ്കിലെത്തും. ആ ഒരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 7% ലോയാലിറ്റി ഷെയർ ബോണസ് ആയിട്ട് വരുന്നത്. നമ്മുടെ ടീമിൽ ആര് വന്നാലും നമുക്ക് 7% അവിടെ ലോയാലിറ്റി ഷെയർ ബോണസ് ആയിക്കൊണ്ട് ഇൻകം ലഭിക്കും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഘട്ടത്തിൽ പുതിയൊരാൾ ജോയിൻ ആയി. അപ്പോൾ ആ വ്യക്തിയിൽ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റെഫറലില്ല, ഇൻഡയറക്റ്റും ഇല്ല. പകരം നമുക്ക് ലോയാലിറ്റി ഷെയർ ആയിട്ട് 7% അവിടെ ലഭിക്കും. എന്നാൽ ഇവിടെ വേറൊരു വ്യക്തി വന്നത് തേർഡ് ലെവലിലാണ്. തേർഡ് ലെവലിലാവുന്ന സമയത്ത് നമുക്ക് 1%, $100 ആണെങ്കിൽ $1 ആയിരിക്കും നമുക്ക് ഇൻഡയറക്റ്റ് റെഫർ ലഭിക്കുക. കൂടാതെ ലോയാലിറ്റി ഷെയർ ആയിട്ട് $7 കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ $8 ആ വ്യക്തിയിൽ നിന്നും ലഭിക്കും. ഇങ്ങനെയാണ് ലഭിക്കുന്നത്. പിന്നീട് വീണ്ടും നമ്മുടെ ടീം വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റാങ്കുകൾ മാറുന്നുണ്ട്. 2500 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ റാങ്കിലെത്തും. 6% നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഇവിടെ ആദ്യത്തെ റാങ്കിൽ 7, രണ്ടാമത്തെ റാങ്കിൽ 6, മൂന്നാമത്തെ റാങ്കിലെത്താൻ 7000 പോയിന്റ് ആണ് വരേണ്ടത്. ആ ഒരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 5%. 4ാമത്തെ റാങ്കിലെത്താൻ 20,000 പോയിന്റ് ആണ് വരേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 4%. 5ാമത്തെ റാങ്കിലെത്താൻ 70,000 പോയിന്റ് ആണ് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 3%. പിന്നീട് ഉള്ള റാങ്കുകളിലെല്ലാം നമുക്ക് 2%. പിന്നീട് 5 റാങ്കുകളുണ്ട്: ഗ്ലോബൽ അച്ചീവർ, ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട്, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്. ഇതിനൊക്കെ വരുന്ന ടീം പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക, 4ാമത്തെ ആക്റ്റീവ് ഇൻകം ആണ് ബോട്ട് റിന്യൂവൽ ബോണസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബോട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 6 മന്ത്സിലേക്കാണ് അവർ പർച്ചേസ് ചെയ്തതെങ്കിൽ 6 മന്ത്സ് കഴിഞ്ഞാൽ അവർ ട്രേഡ് ചെയ്യണം, റിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ അവർ റിന്യൂ ചെയ്യണം. 1 ഇയർ ആണ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു അച്ചീവർ റാങ്കിലാണെങ്കിൽ 4ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ടീമിലെ ആളുകൾ റിന്യൂ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അവിടെ ഒരാൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് നോർമലി കിട്ടുന്ന 20-1 ആ ഒരു ഡയറക്റ്റ് റെഫറിലും ഇൻഡയറക്റ്റ് റെഫറിലും ഉണ്ടാവും. കൂടാതെ അച്ചീവർ എന്നുള്ള പൊസിഷനിൽ 4%, $4, $100 ആണ്
സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുന്നെങ്കിൽ $4 നമുക്ക് എല്ലാ വ്യക്തിയിൽ നിന്നും ലഭിക്കും. ലെവൽ 1-ലാണെങ്കിൽ 20 + 4 24 ഉണ്ടാവും. ലെവൽ 2-ലാണെങ്കിൽ 2 + 4 6 ഉണ്ടാവും. ലെവൽ 3-ലാണെങ്കിൽ 1 + 4 5 ഉണ്ടാവും. ഇനി മറ്റുള്ള ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് $4 അവിടെ ഉണ്ടാവും. ഇനി 5ാമത്തെ ഇൻകമാണ് ഡ്രോപ്ലെറ്റ് ബോണസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടീമിലുള്ള ആളുകൾ, നമ്മൾ റെഫർ ചെയ്ത ആളുകൾ ട്രേഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇൻകം. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈനാൻസിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 30% ഗ്യാസ് ഫീ ആയിക്കൊണ്ട് നമ്മൾ ബോട്ടിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഒരാൾ $1000 ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ബൈനാൻസിൽ കീപ്പ് ചെയ്തു. മന്ത്ലി അയാൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് 10% ആണെങ്കിൽ ആ മാസം $100 ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അതിന്റെ 30% ഫ്യൂവൽ ഫീ ആയിക്കൊണ്ട് ബോട്ടിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ $30 ബോട്ട് എടുക്കുന്നതായിരിക്കും. ഈ 30%ത്തിന്റെ 20% എന്ന് വെച്ചാൽ $20 ഈ ഒരു എക്സാമ്പിളിൽ അത് കമ്പനിക്കുള്ളതാണ്, ബോട്ടിന്റെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കുമായിട്ട്. ബാലൻസ് വരുന്ന 10% ഡ്രോപ്ലെറ്റ് ബോണസ് ആയിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. $10 അവിടെ ഡ്രോപ്ലെറ്റ് ബോണസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ $10 എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് റെഫറുള്ള വ്യക്തിക്ക്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് റെഫർ ചെയ്ത വ്യക്തിയാണ് ഈ $100 എടുത്തതെങ്കിൽ അതിന്റെ 7% $7 എനിക്ക് ലഭിക്കും. ഇനി എൻ്റെ സെക്കൻഡ് ലെവലാണെങ്കിൽ അവിടെ $1 എനിക്ക് ലഭിക്കും. ഇനി അത് തേർഡ് ലെവലാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നില്ല. അവിടെ നമുക്ക് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ലെവലിൽ 8% പോയി, പിന്നെ ഉള്ള 2% 10 റാങ്കിലും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ജൂനിയർ ലീഡർ റാങ്കിലാണെങ്കിൽ എൻ്റെ താഴെയുള്ള മെമ്പേഴ്സ് ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും എനിക്ക് 0.2% കിട്ടും. ഇനി അത് ലീഡർ ആണെങ്കിൽ അവിടെ എനിക്ക് 0.2% കിട്ടും. ലൈഫ് ലീഡർ ആണെങ്കിലും 0.2% കിട്ടും. അച്ചീവർ ആണെങ്കിൽ ഇങ്ങനെ ഏത് റാങ്ക് ആണെങ്കിലും എനിക്ക് 0.2% കിട്ടും. ഇവിടെ ഓരോ റാങ്കും അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 0.2% അക്യുമുലേറ്റ് ചെയ്ത് ഒരു വലിയ എമൗണ്ട് ഈ റാങ്കുകൾ അച്ചീവ് ചെയ്താൽ ഡ്രോപ്ലെറ്റ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഇനി 6ാമത്തെ ഇൻകമാണ് ഗ്ലോബൽ പൂൾ ബോണസ് എന്ന് പറയുന്നത്. 5ാമത് മുതലുള്ള റാങ്കുകളിലാണ് ഈ ഒരു ഇൻകം വരുന്നത്. ഇത് കമ്പനിയുടെ ഗ്ലോബൽ ഇൻകം എന്നാണ് വരുന്നത്. ഗ്ലോബൽ അച്ചീവർക്ക് 0.1%, ഡയമണ്ടിന് 0.2%, ബ്ലാക്ക് ഡയമണ്ടിന് 0.25, വൈസ് പ്രസിഡന്റിന് 0.5, ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആയിട്ടുള്ള പ്രസിഡന്റ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 1% നമുക്ക് കമ്പനിയുടെ ഗ്ലോബൽ ഇൻകത്തിൽ നിന്നും ഗ്ലോബൽ പൂൾ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് AFE ബോട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് എൻ്റെ അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. ഈ ഒരു അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അസറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ കാണാൻ പറ്റും. ഇവിടെ സ്പോട്ടിൽ വരുന്ന ഈ ഒരു ബാലൻസിൽ ഇതെല്ലാം പ്രോഫിറ്റ് ജനറേറ്റ്, ഈ $1, $1, 1.99, $2 കാണുന്നതെല്ലാം ബോട്ട് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താണ്. ഫ്യൂച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇന്നത്തെ പ്രോഫിറ്റ് എന്നുള്ളത്, ടുഡേ റിയലൈസ്ഡ് P&L എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ പറ്റും. ഒരു കലണ്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ ടോട്ടൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം 22 റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ $17.13 ഇതുവരെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. $133 ഞാൻ ക്യാപിറ്റലായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് 17.13 ഓൾറെഡി ജനറേറ്റ് ചെയ്തു. 10%-ലധികം ഇപ്പോൾ തന്നെ ജനറേറ്റ് ആയി. ഇവിടെ നോക്കി 22-ാം തീയതിയാണ്. അപ്പോൾ ഓരോ ദിവസമാണ്. അവിടെ 73 സെന്റ്, ഇവിടെ 85 സെന്റ്, ഇവിടെ $3 കിട്ടിയിട്ടുണ്ട്, ഇവിടെ $4 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 10 സെന്റ്, പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ 1.6. നമുക്കറിയാം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് മാർക്കറ്റ് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഇല്ലാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ 2.6 കിട്ടിയിട്ടുണ്ട്, പിന്നെ 0.75, $1, 0.41, 1.24, 0.42 ഇങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ ട്രേഡിൽ ഫ്യൂച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാം പൊസിഷൻസ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രേഡ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡാണ്. ഇവിടെ ഒരു ബൈ ഓർഡറും സെൽ ഓർഡറും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഓർഡർ എപ്പോഴും ലോസിലുണ്ടാവും, പിന്നീട് അത് ഒരു ടൈം ആവുന്ന സമയത്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക ടോട്ടലായിട്ട്. ഇവിടെ പൊസിഷൻ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പൊസിഷൻ ഹിസ്റ്ററിയിൽ എടുക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടോ. പക്ഷേ ഈ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റിന് നേരിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുക്കേണ്ടതില്ല. ഇതിൽ നിന്ന് എത്രയാണോ
ബോട്ടിലേക്ക് ബോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ ഫ്യൂവൽ മാത്രമാണ് ബോട്ടിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ ഇത് 1 മന്തിലേത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് അനുസരിച്ചിട്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഹലോ പറയൂ. ഇപ്പൊ ഞാനന്ന് ഒരു 100 രൂപ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ ഇതില്. അപ്പൊ താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിപ്പുണ്ടല്ലോ, പ്രോഫിറ്റും ലോസും വരുന്നുണ്ട്. അപ്പൊ അതില് കോമ്പൗണ്ട് ചെയ്ത് പോകുന്നുണ്ട് ട്രേഡ് എടുക്കുന്നത്. കോമ്പൗണ്ട് ചെയ്യാ മീൻസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോന്നാണോ? ആഡ് ചെയ്യുന്നുണ്ടോന്നോ? അല്ല, അതല്ല. ഇപ്പൊ ട്രേഡ് എടുക്കുമ്പോ ഇപ്പൊ 10 രൂപയാണെങ്കിൽ 10 രൂപക്ക് ഈ ബൈയും സെല്ലും ചെയ്യുന്നുണ്ടല്ലോ. അതെ, ടോട്ടൽ എമൗണ്ടിനല്ല ബൈ ചെയ്യുന്നത്. ബൈ ചെയ്യുന്ന സെല് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ ഇപ്പൊ $100 നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ $100 ഒരുമിച്ച് വാങ്ങുന്നില്ല. ഇല്ല, ഒരു ചെറിയ പെർസെന്റേജിന് വാങ്ങിച്ചിട്ട് അത് ലിവറേജിലാണ് വാങ്ങിക്കുക. അതിനുശേഷം മാർക്കറ്റ് മൂവ്മെന്റ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ സ്ട്രാറ്റജിയിൽ സെറ്റിംഗ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ ലെവലിലും RSI സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലെവലിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ആഡ് ചെയ്യുന്നത് അതിലേക്ക്. ഇപ്പോൾ 0.02 ചിലപ്പോൾ BNB സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അതിങ്ങനെ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇവിടെ തന്നെ കാണാൻ പറ്റും. എൻ്റെ ട്രേഡ് നോക്കുകയാണെങ്കിൽ പൊസിഷൻസിൽ ഒന്ന് 0.04 ആണ് എടുത്തിട്ടുള്ളത്, ഒന്ന് 0.32. അപ്പോൾ അതിൻ്റെ ഇതിനനുസരിച്ചിട്ട് ആ പ്രൈസ് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്ട്രാറ്റജി എല്ലാവർക്കും എന്താണ് സ്ട്രാറ്റജി എന്നുള്ള എക്സൽ ഷീറ്റ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടാണ് ഈ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ $3.5 മാത്രമാണ് ബൈയിലേക്ക് എടുത്തിട്ടുള്ളത്. കണ്ടോ, മാർജിൻ എമൗണ്ട് എത്രയാണോ അതായിരിക്കും നമ്മുടെ നിന്നും ട്രേഡിലേക്ക് എടുത്തിട്ടുണ്ടാകുക. ബാക്കി അതിന്റെ ലിവറേജ് കൂടി ആഡ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ വെറും 44 സെന്റാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്, സെല്ലിലേക്ക് എടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഓക്കെ, കാരണം ഒരുമിച്ച് എടുത്തു കഴിയുമ്പോൾ അത് വലിയൊരു ലിക്വിഡേഷൻ പ്രൈസ് ഒന്നും ഇത്ര ലെവലിൽ വരില്ലല്ലോ. ഇവിടെ തന്നെ നോക്കുക, $175 വന്നാലാണ് ലിക്വിഡേഷൻ ആവുന്നത്. ഈ $175 BNB എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ വരാനുള്ള സാധ്യതയില്ല. ലോസാണ് കൂടുതലായി കിടക്കുന്നത്. അത് കൂടുതലാവുന്ന നോക്കണ്ട, അത് മാസ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അടുത്ത ഡൗട്ടല്ലേ, ഈ മാസ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് ഓട്ടോമാറ്റിക് ആഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മള് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ എമൗണ്ടിന് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആഡ് ചെയ്യണം. ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിലും എന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും കോൺടാക്ട് ചെയ്യണം. കാരണം നമ്മൾ വിഡ്രോ ചെയ്യുന്ന, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ അത് ക്ലോസ് ആവും ട്രേഡ്. അപ്പൊ നമുക്ക് ലോസ് വരും. മാസ്റ്റർ ക്ലോസ് പോലെ ആവുമ്പോൾ നമുക്ക് ലോസ് വരുന്നില്ല, ആവറേജ് ആവുമ്പോൾ ലോസ് വരുന്നില്ല. ഇപ്പൊ ഏകദേശം 7 ദിവസമായിട്ടേ ആയുള്ളൂ, 6 ദിവസമായിട്ടേ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. സാറേ നമ്മളിപ്പം ട്രേഡിംഗ് ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പം ക്യാരി ഓവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ അതെങ്ങനെ ഇപ്പോഴൊക്കെ ആയിരിക്കും സാർ നടക്കുന്നത്? ഇപ്പൊ മാസ്റ്റർ ക്ലോസ് മനസ്സിലായി. അതിപ്പോ മാസ്റ്റർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു $50 നമുക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഈ പ്രോഫിറ്റിനെ നമുക്ക് കോമ്പൗണ്ട് ചെയ്തിട്ട് സ്ട്രാറ്റജി മാറ്റുമോ? അതെങ്ങനെയാണ്? അല്ല, നമ്മള് പ്രോഫിറ്റ് നമ്മുടെ സ്പോട്ടിലാണുള്ളത്. നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത സമയത്ത് സാറ് കണ്ടതാണല്ലോ, നമ്മൾ അവിടെ എത്രയാണ് ക്യാപിറ്റൽ എമൗണ്ട് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാപിറ്റൽ മാത്രമേ അവരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഫ്യൂച്ചറിലേക്ക്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ക്യാപിറ്റൽ അവിടെ എഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം സാറിൻ്റെ ആഡ് ചെയ്തപ്പോൾ ചേഞ്ച് ചെയ്തില്ലേ? അപ്പൊ 1000ലേക്ക് നമ്മൾ അത് ചേഞ്ച് ആയപ്പോ നമ്മള് ചേഞ്ച് ചെയ്തല്ലോ, അതുപോലെ ചേഞ്ച് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ആ സമയം അതല്ല ഞാൻ മെയിൻ ഉദ്ദേശിച്ചത്, സ്പോട്ടിലേക്ക് ഇപ്പൊ നമുക്ക് ഒരു $10 പ്രോഫിറ്റ് എന്ന് വെച്ചു, സ്പോട്ടിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്യാസ് ഫീ കൊടുക്കുന്നു പറഞ്ഞില്ലേ? പക്ഷെ സ്പോട്ടിലേക്ക് ഈ മാസ്റ്റർ ക്ലോസ് നടക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അത് മാറുന്നത് അല്ലേ? അപ്പം അല്ല, അതിന് ഇടയ്ക്കിടയ്ക്ക് മാറും.
അത് ബോട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട് ഏത് ടൈമിൽ മാറണം. സ്പോട്ടിൽ ചെന്ന് Okay. ബാലൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അപ്പൊ എന്റേത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാസ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും എന്റെ സ്പോട്ടിലേക്ക് ഏകദേശം $12 മാറിയിട്ടുണ്ട്. സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലേ? അതെന്റെ പ്രോഫിറ്റ് ആണ്. ബാക്കി അവിടെ ക്യാപിറ്റലും ലോസും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും അതെ. $12 ഈ ഒരു 16 ദിവസം കൊണ്ട് എനിക്ക് വന്നു. ഏകദേശം 9% ആയി. അതെന്റെ പ്രോഫിറ്റ് ആണ്, എനിക്ക് എടുക്കാം. സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞല്ലേ? വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനത് നമുക്ക് എന്റെ കൂടെ നോക്കാം നമുക്ക് നാളെ. ഇവിടെ അസറ്റ്സിൽ സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ USDT എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ കാണുന്നുണ്ടാവും 1.1 കണ്ടതും ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വന്നാണ്, കണ്ടോ? ഓക്കെ, ഫോണൊന്ന് ചരിച്ചു പിടിച്ചാൽ മതി, കാണാൻ പറ്റും. ഇവിടെ നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 6, 2, $12 ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇവിടുന്ന് ട്രേഡിലേക്ക് നമ്മൾ കാണുന്നത് സാറേ അസറ്റില് നമ്മൾ നമ്മൾ USDT എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസാക്ഷൻ സ്പോട്ടിൽ എടുത്താൽ മതി. ഇവിടെ ഫ്യൂച്ചറിലേക്ക് പോയത് കാണാൻ പറ്റും. $133 ആണ് ഫ്യൂച്ചറിലേക്ക് ട്രേഡിന് വേണ്ടി പോയത്. ഓക്കെ, അതിനുശേഷം വന്ന പ്രോഫിറ്റ് കാണാൻ പറ്റും. ശരി ശരി. അനിൽ മാത്യു സാറ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഹലോ സാറേ, എനിക്ക് സംശയം, ഈ ബോട്ട് 24 hours റണ്ണിങ് ആണല്ലോ, അപ്പോ എല്ലാവർക്കും ഒരേ പെർസെന്റേജ് ആയിരിക്കുമല്ലോ ഈ ട്രേഡിങ്ങിലെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല, അതാണ് ഈ ഒരു ബോട്ടിന്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ ബോട്ട് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുടെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ നമ്മൾ BNB എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 547 ആണ്. ഈ ഒരു പ്രൈസിലായിരിക്കും ഒരാളുടെ ബൈയും സെല്ലും വരിക. കാരണം എപ്പോഴാണോ നമ്മൾ ബോട്ട് റൺ ചെയ്യുന്നത്, സ്പോട്ടിൽ ബൈയും സെല്ലിങ്ങും വാങ്ങും, ബൈയും സെല്ലിങ്ങും അവിടെ നടക്കും. ഓക്കെ, ആ പ്രൈസിൽ. അപ്പോൾ എൻ്റെ ബൈ പ്രൈസും സെൽ പ്രൈസും നോക്കാം. എൻ്റെ ബൈ പ്രൈസ് 651, സെൽ പ്രൈസ് 542 ആണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവിടുന്നല്ല, ഇതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിരുന്നു കുറച്ച് ബൈ പ്രോഫിറ്റ് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് വന്നപ്പോഴാണ് സെല്ല് എടുക്കാൻ തുടങ്ങി. ഈ ഒരു ഗ്യാപ്പ് എനിക്ക് വന്നു. ഇപ്പൊ തുടങ്ങുന്ന ഒരാൾക്ക് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക രണ്ടും. പിന്നീട് ഏത് സൈഡിലേക്കാണോ പോകുന്നത് അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, മറ്റേ സൈഡ് അവിടെ കീപ്പ് ചെയ്യും. പിന്നെ തിരിച്ചു വരികയാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇവിടെയുള്ള ഇതിങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ ഡിഫറൻസ് നമ്മുടെ പ്രോഫിറ്റിലും വ്യത്യാസം പ്രോഫിറ്റ് ഇപ്പൊ ഇത്രയും ഡിഫറൻസ് ഉണ്ടായപ്പോഴേക്കും ഏകദേശം $17 പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഒരിക്കലും ഈ $33 ലോസിൽ എന്തെങ്കിലും അത് ക്ലോസ് ചെയ്യില്ല. കാരണം നമുക്ക് തന്നെ അറിയാം മാർക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും മുകളിലോട്ട് പോകും. ഞാൻ ഓർത്തിരുന്നത് എന്നാ BNB മാത്രമാണല്ലോ ട്രേഡ് നടക്കുന്നുള്ളൂ. അപ്പൊ എല്ലാരും അതിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്. 24 hours വരുമ്പോൾ 5% എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ 5% കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് അതേപോലെ തന്നെ കിട്ടുമെന്ന് ഒരു സംശയം ഉണ്ട്. അങ്ങനെയല്ല. താങ്ക് യു സാർ.